LDFിൻ്റെ മേഖലാ ജാഥകളിൽ നിന്നും നാഷണൽ ലീഗിനെ മാറ്റി നിർത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നാഷണൽ ലീഗ് സൈബർ ഇടങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾക്കെതിരെ LDF വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളതാണ് നാഷണൽ ലീഗ് എങ്ങോട്ട് പോകുന്നു എന്നതിൻ്റെ സംശയം വർദ്ധിപ്പിക്കുന്ന കാര്യം. ഇപ്പോൾ നാഷണൽ ലീഗിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി അബ്ദുൽ അസീസ് നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിൽ നിന്ന് കുറച്ച് വിട്ടുനിൽക്കുന്നതായി കാണുന്നത്? സോഷ്യൽ മീഡിയ ക്യാമ്പയിനിൽ നിന്ന് ഞങ്ങൾ ആ നിലയിൽ വിട്ടുനിൽക്കുന്നില്ല. സ്വാഭാവികമായും നോമ്പൊക്കെ ആകുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ ചില പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ അസൗകര്യങ്ങൾ മാത്രമാണ് അതേക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമായി കഴിഞ്ഞ കാലങ്ങളിൽ നിലപാടെടുത്തിട്ടുള്ള കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ നിലപാടുകൾക്ക് പിൻബലമേകുന്ന നിലപാടെടുത്തിട്ടുള്ള രാഷ്ട്രീയമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അതിന് ശക്തമായ പിന്തുണ ഞങ്ങൾക്ക് പൊതുസമൂഹത്തിൽ നിന്നും ഇടതുപക്ഷ മനസ്സുകളിൽ നിന്നും കിട്ടുകയും ചെയ്തിട്ടുണ്ട്. റംളാൻ മാസം തുടങ്ങിയിട്ട് ഏതാണ്ട് 2 ദിവസമായിട്ടേ ഉള്ളൂ. നിങ്ങൾ ആ മേഖലയിൽ നിന്ന് മാറി നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ആഴ്ചകളായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതേസമയത്ത് താങ്കൾക്ക് നേരത്തെ താങ്കളടക്കം ആവശ്യപ്പെട്ടിരുന്ന സീറ്റുകൾ LDFിൽ നിന്ന് ലഭിക്കില്ല എന്നുള്ള സന്ദേശമാണ് അവരിൽ നിന്നും കിട്ടിയതെന്ന് മനസ്സിലാക്കുന്നു. കുന്നമംഗലടക്കം നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു സന്ദേശം ഞങ്ങൾക്ക് ഇടതുപക്ഷത്തു നിന്ന് ലഭ്യമായിട്ടില്ല. പക്ഷേ അവർ സംസാരിക്കാം എന്ന രീതിയിലാണ് പറഞ്ഞത്. വേണ്ട വിധം സമയാധിഷ്ഠിതമായി ടൈം ആണല്ലോ വളരെ പ്രധാനം. ആ നിലയിൽ ചില മറുപടികൾ കിട്ടാത്ത സാഹചര്യം ഉണ്ട് എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ ആ നിലയിൽ ഞങ്ങൾക്ക് മറുപടി ലഭിച്ചിട്ടില്ല എന്നോ അതല്ലെങ്കിൽ ഞങ്ങൾക്കെതിരായ മറുപടിയാണ് ലഭിച്ചതോ എന്നോ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. LDF കൺവീനറെ കഴിഞ്ഞ ദിവസങ്ങൾ 2 തവണ കണ്ടു. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഉറപ്പ് ലഭിച്ചോ? അദ്ദേഹം ഒന്നുകൂടി ആലോചിച്ചു, പാർട്ടി നേതൃത്വവുമായി ആലോചിച്ചുകൊണ്ട് പറയാമെന്നാണ് പറഞ്ഞത്. ആ മറുപടി ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയും തന്നെയാണ് ഇപ്പോഴും. ഈ മേഖലാ ജാഥകളിൽ നിന്ന് മാറ്റി നിർത്തിയതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വലിയ തരത്തിൽ അതൃപ്തിയുണ്ട്. അതിനുശേഷം നിങ്ങൾ UDF നേതൃത്വവുമായി ചില ആശയവിനിമയം നടത്തി എന്നുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അത്തരം അഭ്യൂഹങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലാകമാനം നടത്തിയിട്ടുള്ള 3 മേഖലാ ജാഥകളിൽ ഞങ്ങളുടെ അസാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് UDFിൻ്റെ ഭാഗത്തു നിന്ന് ചില ആളുകൾ ആ നിലയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്താണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്ന് CPM നേതൃത്വവും ഞങ്ങളും എല്ലാം ആഗ്രഹിച്ചതാണ്. പക്ഷേ സംഭവിച്ചത് അതാണ്. അത് വളരെ ശ്രദ്ധേയമായിരുന്നു. UDF നേതൃത്വം പോലും അത് ശ്രദ്ധിച്ചു എന്നത് ഞങ്ങളെ വിസ്മയിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും ചുരുങ്ങിയത് 5 മണ്ഡലങ്ങളിലെങ്കിലും വിജയം നിർണ്ണയിക്കാൻ ശേഷിയുള്ള സംഘടനയാണ് എന്നാണ് നിങ്ങളുടെ അവകാശപ്പെടുന്നത്. അങ്ങനെയുള്ളൊരു സംഘടനയെ LDF മാറ്റി നിർത്തുന്നുണ്ടോ അതോ UDF തങ്ങൾക്കൊപ്പം ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇടതുപക്ഷം മാറ്റി നിർത്തുന്നുണ്ടോ എന്ന ചോദ്യം എങ്ങനെയാണ് വീണ്ടും പ്രസക്തമാവുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുവരെയും ഞങ്ങൾക്കൊരു മറുപടി കിട്ടാൻ കാലതാമസം നേരിട്ടു എന്നതിൽ കവിഞ്ഞ് മാറ്റി നിർത്തുന്നു എന്നൊരു സന്ദേശം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. കോഴിക്കോട് ജില്ലയിൽ 5 നിയോജക മണ്ഡലങ്ങൾ എന്ന് താങ്കൾ കോഴിക്കോട് ജില്ലയിലെ ഒരു വാർത്താ റിപ്പോർട്ടർ എന്ന നിലയിൽ മനസ്സിലാക്കിയതാവും. മറ്റു ജില്ലകളിലും സജീവമായ സാന്നിധ്യമാണ്, ശ്രദ്ധേയമായ സാന്നിധ്യം കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലെല്ലാം ഞങ്ങൾക്കുണ്ട് എന്നത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇത്തവണത്തെ ശക്തമായ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മലബാറിലാണ്, പ്രത്യേകിച്ച് കോഴിക്കോടാണ് UDF ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ജില്ല കൂടി. ആ ജില്ലയിൽ നാഷണൽ ലീഗിൻ്റെ സാന്നിധ്യം UDF ആഗ്രഹിക്കുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ടല്ലേ? കോഴിക്കോട് ജില്ല നിങ്ങൾ പറഞ്ഞതുപോലെ വളരെ നിർണായകമാണ്. പല മണ്ഡലങ്ങളും ആ മണ്ഡലങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സൂക്ഷ്മത പുലർത്തും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അക്കാര്യത്തിൽ അതായത് നിങ്ങളെ തള്ളിക്കളയില്ല എന്ന്. തീർച്ചയായിട്ടും. ഏതായാലും LDFിൽ തികഞ്ഞ അതൃപ്തിയുണ്ട്. കാരണം ആശയവിനിമയങ്ങളൊക്കെ വലിയ തരത്തിലുള്ള കാലതാമസം നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ UDF പല ഘട്ടങ്ങളിലും ഇവരുമായി ആശയവിനിമയം നടത്തി എന്നതിൻ്റെ സൂചനകൾ കൂടി ഇവർ വരുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ കോഴിക്കോട് ജില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയായി മാറുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ നാഷണൽ ലീഗ് എടുക്കുന്ന തീരുമാനം ഒരു പക്ഷേ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പിനെ തന്നെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതായിരിക്കും എന്ന് തന്നെയാണ് ഇവർ അവകാശപ്പെടുകയും ചെയ്തത്. വീഡിയോ ജേർണലിസ്റ്റ് KV മഹേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ K. അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.